അപ്പോൾ ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന എന്തെങ്കിലും പിന്നെ സമരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണകൂട വിരുദ്ധ പ്രവർത്തനങ്ങളോ റിപ്പോർട്ട് ചെയ്യാൻ പോലും പത്രങ്ങൾക്ക് പറ്റില്ല. പക്ഷേ അഥവാ എങ്ങനെയെങ്കിലും ചെറിയ വാക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരത് കറുപ്പടിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയായിരുന്നു ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ അനുഭവിച്ചത്. പിന്നെ മാത്രമല്ല വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അനുഭവിച്ച ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഈ 2 വർഷക്കാലം എന്ന് പറയേണ്ടി വരും. കാരണം ഞാനൊക്കെ തലശ്ശേരി പുൽപ്പള്ളി കേസിലെ പ്രതിയായി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ പ്രിസണിൽ കിടക്കുകയാണ്. അപ്പോൾ എനിക്കെൻ്റെ അച്ഛനെ കാണണം, അമ്മയെ കാണണം, സാധാരണ ഒരു ഇതല്ലേ. പക്ഷേ എൻ്റെ അമ്മ പുറത്ത് ഉണ്ടെങ്കിലും അമ്മയ്ക്ക് എന്നെ വന്ന് കാണാൻ തിരുവനന്തപുരത്ത് ആണ് ഞാൻ. കോഴിക്കോട്ടുള്ള അമ്മ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതങ്ങനെ. പിന്നെ അച്ഛനാണെങ്കിൽ ഒളിവിലാണ്. കാരണം ഈ നക്സൽബാരി പ്രവർത്തനം തുടരുന്നത് കൊണ്ട് പോലീസ് എപ്പോഴും വാച്ച് ചെയ്യുന്നതാണ്. പക്ഷെ അച്ഛൻ ഒളിവിലാണ് എന്നുള്ളത് പിന്നെ അന്ന് അച്ഛന് പോലീസ് പിടിച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ തന്നെ ഒരു നാടകം ഉണ്ടാക്കി കുറച്ച് കാലത്തേക്ക് ആ ഒരു കഥ പ്രചരിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മേൽ ശ്രദ്ധ വരാതിരിക്കാനായിരിക്കും അവരെന്താ അങ്ങനെ നാടകം കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജയിലിൽ കിടക്കുന്ന ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ അച്ഛൻ മരിച്ചുപോയി എന്നാണ്. എന്നിട്ട് ഞാൻ വളരെയധികം വിഷമിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഒരു മാർഗവും ഇല്ല. മുമ്പ് അങ്ങനെയല്ല. അതായത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഇത്രയും ഒരു ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടില്ല.